ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇന്നലെ പൊള്ളാച്ചിയിൽ നിന്ന് നേരെ കോഴിക്കോടാണ് വന്നത്. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ഇപ്പം ബീച്ചിലോട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നേരെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള TF എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽസ് അവിടെ ഫ്രഷ് ആവാനായിട്ട് കയറി. 100 രൂപയുള്ളൂ. നിങ്ങൾക്കും അത് നല്ലതായിരിക്കും. കോഴിക്കോട് ഇങ്ങനെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് വരണമെങ്കിൽ അത് നല്ലതായിരിക്കും, നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പം അവിടുത്തെ ബാത്റൂം ആയാലും നമുക്കൊരു റൂം വന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ടെമ്പററി ആയിട്ടാണ് വന്നത്. പിന്നെ ഫ്രണ്ട് ഓഫീസായാലും നല്ലൊരു വൈബാണ്. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഇപ്പം കോഴിക്കോട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ഇപ്പോൾ ഒരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നേരെ മലപ്പുറത്ത് നിന്ന് ഒരു 2-3 മിഷണറീസ് നോക്കാനുണ്ട്. അവിടെ നിന്ന് നേരെ കോട്ടയം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് സംഭവം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പവും മുട്ടക്കറി ഞാൻ പറഞ്ഞു, RCG അപ്പവും വെജിറ്റബിൾ സ്റ്റൂ. ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഈ കറി കണ്ട, മുട്ടക്കറിയാണ്. നമ്മളവിടെയൊക്കെ ചുമന്നിരിക്കും. ഇത് തേങ്ങ അരച്ചുണ്ടാക്കിയ കറിയാണ്. എനിക്ക് ഈ കറി ഇഷ്ടമല്ല. എനിക്ക് സാധാ ചുമന്നിരിക്കുന്ന കറിയാണ് ഇഷ്ടം. സവാളയൊക്കെ ഇട്ട വരട്ടിയ കറി. കോഫി ഒന്ന് കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നേരെ നമുക്ക് മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ പോയിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പം കോഴിക്കോട്ടിലെ ആ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. മാർക്കറ്റിൻ്റെ പേരാണ് കോമപാസ്. ഈ 2-3 ബിൽഡിങ്ങും ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഫുള്ള് സ്റ്റോളാണ്. നമ്മൾ ഈ റോഡിൽ കണ്ടില്ല ഒരു മാളില്ലേ, അതേ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. RCG ഫ്രണ്ടിലോട്ട് പോയി വണ്ടി ഒതുക്കി. ഇവിടെ ഗ്രൗണ്ട് ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം ഗൈസ്. കണ്ട, വലിയ ബിൽഡിങ്ങാണ്. അതുകൊണ്ട് അപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ട്. ഇത് പിന്നെ ഞാൻ നിൽക്കുന്ന ഒരു ബിൽഡിംഗ്. വൻ ബിസിനസ്സാണ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. കണ്ട, ഇവിടെ ബിസിനസ്സാണ്. അകത്തോട്ട് നോക്കും. ബിൽഡിംഗ് മാറിപ്പോയി അപ്പുറത്താണ് കയറാണ്ടത്. നമ്മൾ വണ്ടി ഇട്ടതുകൊണ്ട് അവിടെയാണ്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ 4ാമത്തെ ഫ്ലോറിലാണ് വന്നത്. കോമപാസ് റെഡിമെയ്ഡ്സിൽ. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോവേണ്ടത്. നോ റീറ്റെയിൽ സെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതാണ് ഷോപ്പ്. ഫുള്ള് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. അകത്ത് ക്യാമറ ലോഡ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ചോദിച്ച് നോക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ അകത്ത് കയറാൻ പറ്റില്ല. ബയ്യറാണെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കടയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം അകത്ത് കയറണമെങ്കിൽ. പർച്ചേസിങ് മാത്രമേ കയറത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ചോദിച്ചു. പിന്നെ അല്ലാണ്ട് ഇവർ നോട്ടീസ് കാണിച്ചു തന്നു. നോട്ടീസ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാം, നിങ്ങൾ വായിച്ചു നോക്കുന്നത്. പിന്നീട് ഇവർക്ക് 2 ഇൻസ്റ്റാ പേജുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് കളക്ഷൻസ് അതിലുണ്ടാകുന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അതിൽ നോക്കിയിട്ട് വന്നാണെന്നാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ ഇൻസ്റ്റാ ID. ഇതിൽ നോക്കി കളക്ഷൻസ് നോക്കിയിട്ട് വന്നെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വന്ന് പെട്ട പോലെ നിങ്ങൾ വിടലും. ഹൈസ്. അപ്പം അങ്ങനെ നമ്മൾ അടുത്തൊരു ബിൽഡിങ്ങിൽ കയറി. എന്തായാലും ഒന്ന് റൗണ്ട് നോക്കിയിട്ട് വരാമെന്ന് ചോദിച്ച് കയറിയതാണ്. ഇവിടെ ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ്. എല്ലായിടത്തും ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നോ റീറ്റെയിൽ സെയിലെന്ന്, ഒള്ളി ഹോൾസെയിൽ. അപ്പോൾ അവരവിടെ ഡ്രസ്സ് നോക്കണുണ്ട്. സെറ്റായോ എന്ന് അറിഞ്ഞില്ല. ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവിടെ. ഒരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അതാണ് ഞാൻ ഇവിടെ അടുത്ത് പോയി വീഡിയോ എടുക്കാത്ത. അങ്ങനെ ശങ്കരൻ ഫാഷനിൽ നിന്ന് 2-3 സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം സാധനം എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതെങ്ങനെയാണോ നോക്കിയിട്ട് ബാക്കി ഓർഡർ കൊടുക്കും ഗൈസ്. നമ്മളങ്ങനെ കോമപാസിൽ നിന്നൊക്കെ ഇറങ്ങി. കോമപാസിലൊരു മോശമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടായത്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കയറുന്നത് മുന്നേ RCG അങ്ങോട്ട് പോയി ഒറ്റയ്ക്ക്. അപ്പോൾ അവർ പുറത്താക്കി. നിങ്ങൾ ഒന്നീ പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രമേ കയറാവൂ, അങ്ങനെ നോക്കാനായിട്ട് കയറാൻ പാടില്ല. ഓക്കെ, അത് അവരുടെ രീതിയാണ്. പക്ഷേ അവർ ഇൻസ്റ്റയിലും ബാക്കിയുള്ളിടത്തും കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റാർട്ടപ്പിനും നിങ്ങളുടെ സപ്പോർട്ടായിട്ടുണ്ട്, ഒറിജിനൽ ക്ലോത്താണ്, വന്ന് വിസിറ്റ് ചെയ്യൂ എന്നൊക്കെ ഉള്ളൊരു ആഡാണ് അവർ കൊടുത്തത്. അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് അവർ അങ്ങനെ മോശമായിട്ടുള്ളൊരു അവിടെ ഒരു പ്രായമുള്ള ഒരാൾ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു പുള്ളിക്കാരിയെ. അപ്പോൾ അതൊക്കെ ഉള്ളൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കോമപാസിൽ നിന്ന് ഇറങ്ങി നേരെ താഴോട്ട് ശങ്കർ ഫാഷനിലോട്ട് പോയി. അവിടെ നല്ലൊരു ഡീലാണ് കിട്ടിയത്. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം കറങ്ങേണ്ട ബലം കിട്ടി.
അങ്ങനെ അവിടെ നിന്ന് സാധനം ഓർഡർ കൊടുത്തു. അവിടെ ഓർഡർ കൊടുത്തത് ചുനാറാണ്. അത് നേരെ കോട്ടയത്താണ് വരുന്നത്. കൊറിയറൊക്കെ ചെയ്തു, കൊറിയറിന് കൊടുത്തു, അഡ്വാൻസ് ചെയ്തു. ഫുൾ എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, അഡ്വാൻസ് കൊടുത്താൽ മതി. ബാക്കി വീട്ടിൽ വന്നിട്ട് നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ അവിടെ നിന്ന് താഴോട്ടിറങ്ങി അടുത്ത ഗ്രൗണ്ട് ഫ്ലോറിൽ പോയപ്പോൾ അവിടെ ഷോളിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. നല്ല നല്ല വെറൈറ്റി ഷോളുകളും നല്ല നല്ല ഡിസൈനും ഉണ്ടായിരുന്നു, കളർഫുള്ളും. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഷോള് മാത്രമേ ആ ഷോപ്പിലുള്ളൂ. ആ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്ക്. ഗൈസ്, കോഴിക്കോടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ പോണത് മലപ്പുറമാണ്. ഇനി ഒരു സ്റ്റോപ്പും ഇല്ല, നേരെ മലപ്പുറം, നേരെ കന്യാകുമാരി, പാലാഴി എന്നുവെച്ച് നേരെ പോണ കന്യാകുമാരിയാണ്, ട്രിവാൻഡ്രം കന്യാകുമാരി. നമ്മൾ അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് എടുക്കും, നേരെ കോട്ടയം റൂട്ടാണ് പോണത്. ഗൈസ്, NH വണ്ടി ഓടിക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. നമ്മുടെ ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈൻ എന്ന് പറയുമ്പം ഹെവി മോട്ടോർ വെഹിക്കിൾ പോകാനുള്ള ലൈനാണ്. ഈ നടുക്കുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അങ്ങ് അറ്റത്ത് കാണുന്നത് ഓൺലി ഫോർ ഓവർടേക്കിംഗ്. പലർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗായ്സ്, അങ്ങനെ മലപ്പുറം ലൊക്കേഷനിലെത്തി. നമ്മൾ വന്നത് മൈക്രോലോജിക്കലാണ്, മലപ്പുറത്തുള്ള. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്താണ് പരിപാടി എന്നല്ല. വണ്ടി ഇവിടെ പണി കിടപ്പുണ്ട് ഗായ്സ്. ഗായ്സ്, ഇവിടുത്തെ ഈ മണ്ണ് കണ്ട നല്ല കട്ടിയുള്ള പാറയാണ് തോന്നി. നല്ല വ്യത്യാസം, നമ്മുടെ അടുത്തേക്കാളും വ്യത്യാസമുണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ. ഇവിടെ പണി കിടക്കുകയാണ്. ഇത് നല്ല അകത്തോട്ടാണ്, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറണം. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വന്നിരിക്കുന്ന മൈക്രോലോജിക്കാണ് ഗൈസ്. അങ്ങനെ കമ്പനിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യമേ ഇരിക്കുന്നത് പാക്കിംഗ് മെഷീനാണ്. ഈ മെഷീൻ വന്നിട്ട് നൈട്രജനാണ്. നമ്മുടെ ലേസും അതേപോലെ സാധനങ്ങളെ പെരുപ്പിച്ചിട്ട് ലോക്ക് ചെയ്യൂലേ, ആ മെഷീനാണിത്. ഇത് സാധാ ലോക്ക് ചെയ്യുന്ന മെഷീനാണ് നമ്മുടെ പാക്കിങ്ങിൽ. ഇതെല്ലാം മിക്സറാണ്. ഇതിൻ്റെ പേര് മിനി മില്ലല്ലേ എന്നാല്? ഇതിൻ്റെ പേര് മിനി മില്ലെന്നാണ്. ഇത് 3 kg, ഇത് 1 kg. അങ്ങനത്തെ മിഷനറീസാണ് അവിടെ ഉള്ളത്. ഇത് റോസ്റ്ററാണ്. റോസ്റ്റർ നമ്മുടെ മല്ലിക പൊടിപ്പിക്കുന്ന മുമ്പ് ഒന്ന് റോസ്റ്റ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണത്. മല്ലി മാത്രമല്ല, വേറെ പല മെഷീനും ചെയ്യാം. പിന്നെ ഉള്ള ഇങ്ങോട്ടുള്ളതിൽ ഇത് വെജിറ്റബിൾ കട്ടറാണ്. ഇത് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കാണ്, കറണ്ടിൽ ചെയ്യുന്നതാണിത്. ഇത് പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. നമ്മുടെ എന്തെങ്കിലും ഇവൻറ്റിന് ആൾക്കാർ കൊണ്ടുവച്ച് നിൽക്കില്ലേ, അതേപോലത്തെ ഒരു പോപ്കോൺ മെഷീനാണിത്. ഗൈസ്, ഈ മെഷീനൊക്കെ ഡീഹൈഡ്രേറ്ററാണ്. ഇത് രണ്ടും, ഈ ബ്ലാക്കും ഈ വൈറ്റും വരുന്നത് രണ്ട് മെറ്റീരിയലാണ്. ഇത് സാധാരണ ഈ ഉപ്പുള്ള സ്ഥലങ്ങളിൽ, കടലിൻ്റെ അടുത്ത് അങ്ങനെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഡീഹൈഡ്രേറ്ററാണ്. കാരണം തുരുമ്പ് പിടിക്കാതിരിക്കാൻ. ഇതങ്ങനെ തുരുമ്പൊന്നും പിടിക്കില്ല. നമ്മുടെ ഗോഡൗണിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇത് മതി. ഇത് 2 ഡോർ വരുന്നതാണ്, കസ്റ്റമൈസാണ്. അങ്ങനെ വരുമ്പോൾ
ഈ മെഷീൻ വരുന്നത് പൾവേസറാണ്. നമ്മുടെ ആദ്യം കണ്ട മിനി മില്ലില്ലേ, അതിൻ്റെ കുറച്ചും കൂടി കപ്പാസിറ്റിയും പ്രൊഡക്ഷനും കൂടിയ ഒരു സാധനമാണ്. ഈ ഒരു പൾവേസറിൻ്റെ സ്റ്റാർട്ടിങ് മോഡലാണിത്. ഇതിന് ശേഷം വലിയ വലിയ മോഡൽസ് ഉണ്ട് വേറെ. മിക്ക എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നല്ല ഡീലിങ്സുമാണ്, നല്ല കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് സ്റ്റാഫെല്ലാം, നല്ല സപ്പോർട്ടുമാണ് വീഡിയോ എടുക്കാനായിട്ട്. ഗൈസ്, ഈ മിഷൻ എന്ന് പറഞ്ഞാൽ ഹരിച്ചേട്ടാ കാണിച്ചു കൊടുക്കും എങ്ങനെയാണിത്. ഇതിങ്ങനെ വെച്ച് ഇവിടെ നമ്മൾ മെഷർ ചെയ്യും, അതിൻ്റെ എത്രയാണോ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ തകുന്ന സമയത്ത് ഈ സാധനം റോളായിട്ട് സ്റ്റിക്കർ പൊട്ടി വരും. ഓ, ഇതാണല്ലേ സ്റ്റിക്കർ. ഇത് ഓട്ടോമാറ്റിക്കാണോ? ഇത് സെമി ഓട്ടോമാറ്റിക്. ഗൈസ്, ഇത് സെമി ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ പേര് പറഞ്ഞത് ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഈ മെഷീൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതെന്ന് പറഞ്ഞാൽ ജ്യൂസ് മേക്കറാണ്. നമ്മുടെ ഈ വഴി എക്സാമ്പിൾ ഈ വഴി കരിമ്പൊക്കെ കയറ്റിയിട്ട് ജ്യൂസ് വരുന്ന മെഷീനാണിത്. അങ്ങനെ ഇതേപോലെ കുറേ മെഷീൻസ് ഇവിടെ ഉണ്ട്. ഇവർക്ക് ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ അറിയാം, തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിനാണ് പ്രൊഡക്ഷൻ. മിക്ക സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, പണ്ടത്തെ സീൽ ചെയ്യുന്ന സാധനങ്ങൾ. ഈ ചെറിയ സാധനം തൊട്ട് വലിയ 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 മെഷീനറീസ് വരെ ഇവിടെ ഉണ്ട്. ഗൈസ്, ഈ മെഷീനറീസ് കണ്ടോണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ പ്രിൻ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾ ഈ ലേസിൻ്റെ മെഷീനിലൊക്കെ നമ്മൾ എക്സ്പയറി ഡേറ്റും MRP ഒക്കെ അടിച്ച് വരുന്ന മെഷീനില്ലേ, അതാണിത്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ വലിയ മെഷീനറീസും ഉണ്ട്. ഇതിൻ്റെ മാനുവൽ മെഷീൻ ഇതാണ്, ഇതറിയാലോ, സീൽ ചെയ്യുന്ന മെഷീൻ. ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാനായിട്ട് നേരത്തെ കാണിച്ചു തന്നു, പക്ഷേ ഇപ്പോൾ ആളില്ല, ആൾ പുറത്ത് പോയിരിക്കുകയാണ്. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ മൈക്രോലോജിക്ക് ഇറങ്ങാൻ പോവുകയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പോകാൻ പോണത് എറണാകുളത്താണ്. ഇത് ഇവിടെ സെയിലും ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ഗോഡൗണാണ്. ഇപ്പുറത്താണ് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. രണ്ടും ഒരേ സ്ഥലത്താണ്. വേറെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ല ഗൈസ്, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് നമ്മുടെ ഈ ലൊക്കേഷൻ ഇരുന്നത്. ഇപ്പോൾ പോകുന്നത് നേരെ എറണാകുളത്തോട്ടാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു NH ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്, ഈ ലൊക്കേഷനിൽ നിന്ന്. ഇവിടുത്തെ വീടുകളുണ്ട, ഒരു പഴയ സ്റ്റൈൽ വീടുകളാണ് കണ്ട. ഈ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്, മലപ്പുറം. ഇവിടെ നിന്ന് റൈറ്റ്. നമ്മൾ അങ്ങനെ വെട്ടിച്ചിറ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. നേരെ ഗുരുവായൂർ എറണാകുളം ആ റൂട്ടാണ്. നമുക്ക് എറണാകുളത്ത് പോയിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നു. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരമറ്റം തലപ്പാറ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കോട്ടയത്താണ്, കോട്ടയം ഏറ്റുമാനൂർ. വരുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ കിട്ടി, നല്ല തണുപ്പടിച്ചിങ്ങ് വന്ന് നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യണം. റൈറ്റ് കയറി നേരെ MCM. അങ്ങനെ MC കയറി. ഇത് കാഞ്ഞിരമറ്റമാണ്, കാഞ്ഞിരമറ്റം. ഇവിടെ നിന്ന് നേരെ ഏറ്റുമാനൂർ സ്ട്രെയിറ്റ് റോഡ്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം, ഏറ്റുമാനൂർ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ കോട്ടയത്തെത്തി ഏറ്റുമാനൂർ. മരുന്ന് വാങ്ങാൻ നിർത്തിയതാണ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ. എല്ലാവർക്കും ജലദോഷം പിടിച്ച് അങ്ങനെ മരുന്ന് വാങ്ങാൻ നിർത്തിയതാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്താണ്, പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് വീഡിയോ എടുക്കാത്തത്. വണ്ടി ഓടിക്കുമ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, നിയമപരമായി തെറ്റാണ്. നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കണമെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അതൊരു വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പം നേരെ വീട്ടിലോട്ട് പോകാം. എന്തായാലും മരുന്നൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകും. ഇവിടെ അടുത്താണ് ഏറ്റുമാനൂർ. ഗൈസ്, അങ്ങനെ കോട്ടയത്തെ വീട്ടിലെത്തി.
ഇപ്പോൾ സമയം ഒരു 12:30 ആവും. ഇപ്പം ജസ്റ്റ് വന്നേ ഉള്ളൂ. ഇപ്പോൾ ലഗേജൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. കാറൊക്കെ തുറന്ന്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്, നല്ല കിടിലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.